പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പെയർസ് ഓഫ് ഇക്വേഷൻസിലെ പേജ് 18ലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേജ് 18ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. An object starts with a speed of u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the distance travelled in time t second is ut plus half at square. The distance travelled in 2 seconds is 10 meters and the distance travelled in 4 seconds is 28 meters. What was the starting speed? What is the rate at which the speed is increasing? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന ഇതാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് യു മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഓരോ സെക്കൻഡിലും അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് എ മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്ന യു എന്ന് കൊടുത്തേക്കുന്ന ഇൻക്രീസിങ് സ്പീഡ് എ. അതിനുശേഷം പറഞ്ഞേക്കുന്ന ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ് എന്ന് പറയുന്നത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതായത് എന്തുമാത്രം ഡിസ്റ്റൻസ് അത് കവർ ചെയ്തു എന്നുള്ളതാണ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് അറ്റ് ടി സെക്കൻഡ് എന്ന് പറയുന്നത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് പറഞ്ഞേക്കുന്ന ഇതാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്. 2 സെക്കൻഡിൽ അത് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന എത്രയാണ്? 10 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ് എന്ന് പറയുന്നത് 28 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് എന്ന് പറയുന്നത് 2 സെക്കൻഡിൽ എത്രയാണ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്? 10 ആണ്. അതുപോലെ തന്നെ 4 സെക്കൻഡിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് 28 ആണ്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന ഇതാണ്. വാട്ട് വാസ് ദ സ്റ്റാർട്ടിംഗ് സ്പീഡ്? സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്താണ്? അതുപോലെ തന്നെ റേറ്റ് അറ്റ് വിച്ച് ദ സ്പീഡ് ഈസ് ഇൻക്രീസിങ്. അപ്പം യുവും എയും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി, അതായത് യുവും എയും ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷനാണ് നമ്മളിനി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയേ, ടി 2 സെക്കൻഡ് ആകുമ്പം ഡിസ്റ്റൻസ് 10 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഇപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. എന്താ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഈ ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുമ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 10 ആയിരിക്കും വരുന്നത്. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം? 2 സെക്കൻഡ്, അതായത് 2 എന്നുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എങ്ങനെ എഴുതാം? യു ഇൻറ്റു 2. യു ടി എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു ടി ആണ്. അപ്പോൾ പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2 സ്ക്വയർ. ഇങ്ങനെയാണ് ആദ്യത്തെ വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? 10. അപ്പോൾ ഇവിടെ 2ഉം 2 സ്ക്വയറും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ താഴത്തെ ഇതും അതുപോലെ അതിൻ്റെ പവർ ഒരെണ്ണം കട്ട് ചെയ്യാം. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ആണ്. അപ്പോൾ അതിലൊരു 2 നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് എന്താ? 2u പ്ലസ് 2a ഇസ് ഈക്വൽ ടു 10. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത ഉണ്ട്, നോക്കിക്കേ. ഇതിൻ്റെ എല്ലാ കോഎഫിഷ്യൻറ്റും, അതായത് യുവിൻ്റെ കൂടെയുള്ള നമ്പർ 2 ആണ്, എയുടെ കൂടെയുള്ള നമ്പർ 2 ആണ്, ഇവിടെ 10 ആണ്. ഇതെല്ലാം 2വിൻ്റെ മൾട്ടിപ്പിൾസാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം? 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡഡ് ബൈ 2, നമ്മൾ ഇതിനെ 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2/2 1 എന്ന് വരും. അപ്പോൾ യു മാത്രം വരും. പ്ലസ് ഇവിടെ അതുപോലെ തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എ വരും. ഇവിടെ 10/2 5. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5. ഇനി രണ്ടാമത്തെ ഇക്വേഷന് വേണ്ടി നമ്മൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഡിസ്റ്റൻസ് 28 അറ്റ് 4 സെക്കൻഡ്. അപ്പോൾ ഈ ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം? 4 ഇട്ട് കൊടുക്കണം. ഇവിടെ 2 ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ഇനി എന്തിട്ട് കൊടുക്കണം? 4 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? യു ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ എന്നാണ് വരുന്നത്. അത് ഞാൻ 4 ഇൻറ്റു 4 എന്ന് എഴുതുകയാണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 ആണ്. ഇതെന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4u പ്ലസ്, ഇപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ വെട്ടിക്കുറയ്ക്കാം നമുക്ക്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 4 8 എന്ന് എഴുതാം. അപ്പോൾ 8a ഇസ് ഈക്വൽ ടു 28. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ 4ൻ്റെ മൾട്ടിപ്പിൾസാണ് അല്ലേ. ഇത് 4 ഇൻറ്റു 1 ആണ്, ഇത് 4 ഇൻറ്റു 2 ആണ്, ഇത് 4 ഇൻറ്റു 7 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 4 ഡിവൈഡ് ബൈ 4 1 ആണ്. അപ്പോൾ യു പ്ലസ് അടുത്ത 8 ഡിവൈഡ് ബൈ 4 2 ആണ്. അപ്പോൾ 2a എന്ന് കൊടുത്തു. ദെൻ 28നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 7. അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി. യു പ്ലസ് 2a ഇസ് ഈക്വൽ ടു 7. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ ഞാൻ ഇക്വേഷൻ നമ്പർ 1ഉം കൂടെ എഴുതുകയാണ്. അതായത് യു പ്ലസ് എ ഇസ് ഈക്വൽ ടു 5 എന്നുള്ള ഇക്വേഷനും കൂടെ എഴുതുക.
അപ്പോൾ ഇവിടെ നോക്കിയേ, യുവിൻ്റെ സൈൻ എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആണ്, ഇവിടെയും പോസിറ്റീവാണ്, രണ്ടും പോസിറ്റീവ്, രണ്ടും ഒരേ സൈനാണ്. രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്തോണം, നമ്മൾ ഇക്വേഷൻ എഴുതുമ്പം ഇതിൻ്റെ കൂടെയുള്ള നമ്പർ ഒരേപോലെ അല്ലേ, യു 1 × u 1 × u എന്നാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ സൈനും ഒരേപോലെയാണ്. സൈനും ഒരേപോലെയാണെങ്കിൽ ഈ യു നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ നമ്മൾ കുറച്ചാൽ മതി. ഇനി അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈൻ ആണെങ്കിൽ, അതായത് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമുക്കിത് കുറയ്ക്കാൻ പോകും. യു മൈനസ് യു എന്ന് പറയുന്നത് 0 വരും. 2a മൈനസ് എ, 2a മൈനസ് എ എന്ന് പറയുമ്പോൾ എ വരും. ദെൻ 7 മൈനസ് 5 2 എന്ന് വരും. അപ്പം എ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി, 2 എന്ന് കിട്ടി, അതായത് 2 m/s. ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തും കിട്ടും, യുവിൻ്റെ വാല്യൂം കിട്ടും. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, u + a = 5. ഇപ്പോൾ എയുടെ സ്ഥാനത്ത് ഞാൻ 2 ഇട്ട് കൊടുക്കുവാണെങ്കിൽ u + 2 = 5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. 2വിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 കിട്ടുന്നത്, 3 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. 3 + 2 അല്ലേ 5. അപ്പോൾ നമുക്ക് നേരെ u = 3 എന്ന് അങ്ങ് എഴുതിയാൽ മതി. അല്ലാതെ 5 - 2 എന്നൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ u = 5 - 2 = 3 എന്ന് എഴുതും. അങ്ങനെ അല്ലാതെ നമുക്ക് ഇവിടുന്ന് ചിന്തിച്ചും എഴുതാം, u = 3 m/s. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 3 m/s, ഇൻക്രീസിങ് സ്പീഡ് എന്ന് പറയുന്നത് 2 m/s. അടുത്ത ചോദ്യം ഇതാണ്, എ 2-digit number is equal to 6 times the sum of its digits. The number got by interchanging the digit is 9 more than 4 times the sum of the digit. What is the number? ഇവിടെ 2-digit നമ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2-digit നമ്പറിൻ്റെ കാര്യമൊക്കെ പഠിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു 2-digit നമ്പർ എടുക്കുമ്പം അതിൻ്റെ 1s പ്ലേസും 10s പ്ലേസും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ 10s പ്ലേസ് എക്സും 1s പ്ലേസ് വൈയും ആണെങ്കിൽ ഈ 2-digit നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്, 10x + y എന്നാണ് എഴുതുന്നത്. അത് ഓർത്തോണം എപ്പോഴും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഇതാണ് ഒരു 2-digit നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, 10x + y ഈസ് ഈക്വൽ ടു, ഇതെന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, 6 times the sum of its digits. സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സം, എക്സിൻ്റെയും വൈൻ്റെയും സം, അതിൻ്റെ 6 ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 6 ഇൻറ്റു ബ്രാക്കറ്റിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുക, x + y, സം ഓഫ് ദ ഡിജിറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, 10x + y = ഈ 6 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 ഇൻറ്റു x എന്ന് പറയുമ്പം 6x എന്ന് വരും. ദെൻ 6 ഇൻറ്റു y എന്ന് പറയുമ്പം +6y എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേരിയബിൾസിനെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 10x + y - 6x - 6y = 0. ഇവിടെ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് =0 എന്ന് കൊടുക്കാം. ഇനി 10x - 6x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 10 - 6 ചെയ്താൽ മതി. 10 - 6 എത്രയാണ്, 4. അപ്പോൾ 4x. ദെൻ +y ആണ്, -6 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുന്നത്, നമ്മൾ സാധാരണ രീതിയിൽ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, വലിയ നമ്പറിൻ്റെ ആ സൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, -5y = 0. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 1. ദെൻ അടുത്ത പറഞ്ഞേക്കുന്നത് എന്താ, നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്. നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്, അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് നമ്മുടെ ഈ 10s പ്ലേസിൽ വൈയും അതുപോലെ തന്നെ 1s പ്ലേസിൽ എന്താകും, എക്സ് ആകും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം, 10y + x. ഇതാണ് നമ്മുടെ ഡിജിറ്റ് എന്ന് പറയുന്നത്, 2-digit നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻ്റർചേഞ്ച് കഴിഞ്ഞിട്ടുള്ള 10y + x എന്ന് പറയുന്നത് ഈസ് എന്താ പറഞ്ഞേക്കുന്നത്, 9 more than 4 times the sum of the digits. 9 more than വരുമ്പോൾ പ്ലസ് അല്ലേ. അപ്പോൾ 9 + 4 times the sum of digits. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു എന്തെഴുതാം, x + y എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 10y + x = 9 പ്ലസ് ഈ 4 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 4x + 4y. അടുത്തത് നമ്മൾ ഈ 4xനെയും 4yനെയും ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പം 10y + x, അത് ആദ്യം അങ്ങനെ തന്നെ എഴുതി. 4x + 4x ഇപ്പുറത്തോട്ട് വരുമ്പം -4x ആകും, +4y ഇപ്പുറത്തോട്ട് വരുമ്പം -4y ആകും, = 9. ഇതിനകത്ത് 10y - 4y, നമ്മളിപ്പോൾ ഇവിടെ x ആദ്യം വന്നേക്കുന്നല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ ആദ്യം തന്നെ x എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് y-ലോട്ട് പോകാം, ഈ ഇക്വേഷൻ്റെ കറക്റ്റ് താഴെ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ x - 4x, x - 4x എന്ന് പറയുമ്പോൾ എന്ത് വരും, -3x. ദെൻ 10y - 4y, 10y - 4y എന്ന് പറയുമ്പോൾ എന്ത് വരും,
പ്ലസ് 6y ഇസ് ഈക്വൽ ടു 9. ഇക്വേഷൻ നമ്പർ 2. അപ്പം അങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് 4x മൈനസ് 5y ഇസ് ഈക്വൽ ടു 0യും 2 നെഗറ്റീവ് 3x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 9. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരേപോലെ ആക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ 4ൻ്റെ മൾട്ടിപ്പിൾസിൽ 3 വരുന്നില്ല, അതുപോലെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 4 ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെ എന്ത് ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 × 3 12. ഒന്നാമത്തെ ഇക്വേഷനാണ്, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ 4 × 3 12x മൈനസ് 5 × 3 15y ഈസ് ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 4 × നെഗറ്റീവ് 3x, അപ്പം നെഗറ്റീവ് 12x പ്ലസ് 6 × 4 അല്ലേ, ഇവിടെ 6 അല്ലേ, അപ്പോൾ 6 × 4 24y ഈസ് ഈക്വൽ ടു 9 4s are 36. ഇങ്ങനെ കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്കിനി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. കാരണം ഇവിടെ ഒന്ന് പ്ലസ് 12x, ഇവിടെ നെഗറ്റീവ് 12x എന്നാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 0 ആയിപ്പോവും. സോ നമുക്കിത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 9y എന്ന് നമുക്ക് കിട്ടും ഈസ് ഈക്വൽ ടു 36. അപ്പോൾ 9y ഈസ് ഈക്വൽ ടു 36 എന്ന് കിട്ടി. അപ്പോൾ y എന്തായിരിക്കും? 9 × y ആണ് 36. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, 9 × ഏത് നമ്പർ ചെയ്യുമ്പോഴാണ് 36 വരുന്നത്? 4 അല്ലേ. അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതായത് 36 ഡിവൈഡ് ബൈ 9 ആണ്. 9 4s are 36. സോ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആണ്. ഇനി നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുക. 4x മൈനസ് 5y ഈസ് ഈക്വൽ ടു 0. അതിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുക? വൈയുടെ വാല്യൂ 4 എന്നുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x മൈനസ് 5 × 4 ഈക്വൽ ടു 0. അതായത് 4x മൈനസ് 5 4s are എന്താ വരുന്നത്? 20 ആണ്, ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 4x ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 20 എഴുതാം അല്ലേ. അപ്പോൾ 4x ഈസ് ഈക്വൽ ടു 20. ഇപ്പോൾ 4 × ഏത് നമ്പർ ചെയ്യുമ്പോഴാണ് 20 വരുന്നത്? 5 4s are ആണ് 20 അല്ലേ. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 5. നേരിട്ട് നമുക്കിവിടെ x ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. x ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 5 4s are ആണ് 20 എന്ന് പറയുന്നത്. അപ്പോൾ x 5 ആണ്, y 4 ആണ്. അപ്പോൾ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 50. എക്സിൻ്റെ സ്ഥാനത്ത് 5 വന്നു, വൈയുടെ സ്ഥാനത്ത് 4 വന്നു. അപ്പോൾ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 54. അപ്പോൾ നമ്മുടെ നമ്പർ ഇതാണ് 54. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? അപ്പോൾ നമ്മളിവിടെ രണ്ട് നമ്പേഴ്സ് ഉണ്ട് അല്ലേ, ഫസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് നമ്പറിന് x എന്ന് കൊടുക്കുക, സെക്കൻഡ് നമ്പറിന് y എന്ന് കൊടുക്കുക. ഇനി നമ്മൾ കണ്ടീഷൻസ് നോക്കുക. 11 ആഡഡ് ടു എ നമ്പർ ഗീവ്സ് ടോയ്സ് ദ അനദർ നമ്പർ. ഒരു നമ്പറിൻ്റെ കൂടെ നമ്മൾ 11 ആഡ് ചെയ്യുമ്പം നമുക്ക് വേറൊരു നമ്പറിൻ്റെ ഇരട്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? x പ്ലസ് 11, ഒരു നമ്പറിൻ്റെ കൂടെ 11 ആഡ് ചെയ്തു എന്ന് പറയുമ്പം നമുക്ക് എന്ത് കിട്ടും? ടോയ്സ് ദ അനദർ നമ്പർ 2y എന്ന് കിട്ടും. ഇനി 20 ആഡഡ് ടു ദ സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പർ ഇവിടെ y ആണ് നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ. അതിൻ്റെ കൂടെ 20 ആഡ് ചെയ്യുക. അപ്പോൾ y പ്ലസ് 20 എന്ന് പറയുന്നത് ഗീവ്സ് ടോയ്സ് ദ ഫസ്റ്റ് നമ്പർ. അപ്പോൾ 2x. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്കിവിടെ x പ്ലസ് 11 ഈസ് ഈക്വൽ ടു 2y ആണ്. 2yയെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, 11നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x മൈനസ് 2y ഈസ് ഈക്വൽ ടു പ്ലസ് 11 ഇപ്പുറത്തോട്ട് വരുമ്പോൾ -11, ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ ഇവിടെ y ആണ് ആദ്യം വന്നേക്കുന്നത് അല്ലേ. അപ്പം നമുക്കിവിടെ ഈ 2xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ -2x വരുമല്ലോ. അപ്പം നമുക്കത് ആദ്യം എഴുതാം. -2x പ്ലസ് y ഈസ് ഈക്വൽ ടു -20, ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരേപോലെ ആക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. നമുക്കറിയാം 1 × 2 ചെയ്താൽ 2 കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഒരേപോലെ ആക്കുക, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരേപോലെ ആക്കുക, അല്ലെങ്കിൽ വൈയുടെ കൂടെയുള്ള നമ്പർ ഒരേപോലെ ആക്കുക. ഇപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ ആക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? 1 × നമുക്ക് 2 ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x മൈനസ് 4y ഈസ് ഈക്വൽ ടു -22. അപ്പോൾ ഇതൊരു ഇക്വേഷൻ. ദെൻ നമ്മളൊരു സെക്കൻഡ് ഇക്വേഷൻ അങ്ങനെ തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ -2x പ്ലസ് y
ഈസ് ഈക്വൽ ടു -20. പിന്നെ നമുക്ക് നോക്കി ഇവിടെ പ്ലസ് ആണ് ഇവിടെ മൈനസ് ആണ്, രണ്ടും ഡിഫറൻറ്റ് സൈൻ ആണ്. ഡിഫറൻറ്റ് സൈൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? ഓർത്തോണം ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഒരേപോലത്തെ സൈൻ ആണെങ്കിൽ, ഇപ്പോൾ രണ്ട് നെഗറ്റീവ് ആണെങ്കിലും രണ്ടും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? 0 വരും. ദെൻ -4 + 1 അങ്ങനെയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -3y ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -42. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇതാണ് -3y ഈസ് ഈക്വൽ ടു -42. അപ്പോൾ y എന്തായിരിക്കും വരുന്നത്? y ഈസ് ഈക്വൽ ടു -42 ഡിവൈഡഡ് ബൈ -3. അപ്പോൾ ഇവിടെ നമ്മൾ 42നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 42നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. പക്ഷെ ഇവിടെ ഓർത്താണ് നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ബൈ നെഗറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവ് ആകും. അപ്പോൾ നമ്മുടെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 14, അതായത് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഈ രണ്ടാമത്തെ എഴുതിയേക്കുന്നത് നമ്മൾ y + 20 ഈസ് ഈക്വൽ ടു 2x എന്ന് എഴുതിയേക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പം. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വൈയുടെ സ്ഥാനത്ത് 14 ഇട്ട് കൊടുക്കുമ്പം നമുക്ക് എങ്ങനെ എഴുതാം? 14 + 20 ഈസ് ഈക്വൽ ടു 2x. അതായത് നമുക്കിത് തിരിച്ചെഴുതാം അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ 40 + 20 എന്ന് പറയുന്നത് എത്ര വരും? 34 വരും അല്ലേ? അപ്പോൾ 34 ഈസ് ഈക്വൽ ടു 2x. അപ്പം 2x എന്ന് പറയുന്നതാണ് 34. അപ്പോൾ എക്സ് എന്തായിരിക്കും? 34നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 34നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 17 അല്ലേ? അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 17. സോ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്, സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയും പ്രോബ്ലംസ് ആണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ പഠിക്കാം.